ആനിയമ്മ എത്തി. ജേക്കബ് സാർ എത്തിയില്ല. മനുഷ്യർക്ക് മരിച്ചു പോവാൻ എന്നാ നേരം വേണം? ആനിയമ്മ അലമുറയിട്ടു. പരിചയമുള്ളവരെല്ലാം ആനിയമ്മയെ ഓർത്ത് സങ്കടപ്പെട്ടു. മരിപ്പിനും മാമോദിസക്കും വീട് കയറി കൂടലിനും എന്ന് വേണ്ട എല്ലായിടത്തും ഒരുമിച്ചുണ്ടായിരുന്ന ഇണക്കുരുവികൾ. ഒരാളങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റേയാൾക്കുണ്ടാവുന്ന ശൂന്യത എന്താണെന്ന് ഓർത്ത് എല്ലാവരും ദുഃഖിച്ചു. കാലത്ത് കട്ടൻ കാപ്പി മുതൽ രാത്രി ഉറങ്ങാൻ നേരമുള്ള സോക്സ് വരെ ആനിയമ്മേന്റെ കയ്യെത്താണ്. താനുള്ളപ്പ എഴുന്നേക്കുന്ന 5 മണി സമയം മാറ്റി അലാമിൽ 7 മണി സെറ്റാക്കിയതോടുകൂടിയാണ് ആനിയമ്മ തന്റെ ജീവിതത്തിലെ 3ാമത്തെ ഘട്ടം തുടങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരം ഉണ്ടായിരുന്ന ദോശ മാറ്റി പുട്ടാക്കി. പട്ടിയെ വാങ്ങി. പത്രവും ആരോഗ്യമാസികയും കൂടാതെ വനിതയും ഗൃഹലക്ഷ്മി വാങ്ങി തുടങ്ങി. വീട്ടിൽ മത്തി വാങ്ങി തുടങ്ങി. ന്യൂസ് മാത്രം ഓടിക്കൊണ്ടിരുന്ന ടിവിയിൽ സീരിയലും കണ്ടു തുടങ്ങി. ഇഷ്ടപ്പെട്ട നിറമുള്ള സാരി, ഫേസ്ബുക്കിൽ അക്കൗണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണല്, മണാലി ഷിംല ട്രിപ്പ്. ആനി ആഗ്രഹിച്ചതൊക്കെ നേടാൻ ജേക്കബ് മരിക്കേണ്ടി വന്നു. ഇത് വെറും കഥയല്ല. പല വീടുകളിലും ആനിയും ജേക്കബും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്.